മിനി ഗൾഫ് എന്ന് വിളിപ്പേരുള്ള ഒരു ടൗണാണ് തൃശൂർ ജില്ലയിലെ കടലോര പ്രദേശമായ ചാവക്കാട്. കച്ചവട കേന്ദ്രം കൂടിയാണ്. ചാവക്കാട് നടന്ന വളരെ ദുരൂഹമായ ഒരു കൊലപാതകം. ഒരു കാലത്ത് ഗൾഫ് പണം ഏറ്റവും കൂടുതൽ കേരളത്തിലെത്തിയിരുന്ന പോക്കറ്റുകളിൽ ഒന്നായിരുന്നു ചാവക്കാട്. ചാവക്കാടിലെ കമ്പോളത്തിൽ പച്ചക്കറി മൊത്ത വ്യാപാരിയായിരുന്നു ജോണി. 45 വയസ്സ്. ജോണിക്ക് ടൗണിൽ വലിയൊരു കടയുണ്ട്. നിറയെ പച്ചക്കറികൾ സംഭരിച്ച് സൂക്ഷിക്കും. കടയുടെ 2 വശത്തും റോഡുകളുണ്ട്. ആ 2 വശങ്ങളിലും കടയ്ക്ക് റോളിംഗ് ഷട്ടറുകളുമുണ്ട്. 3 ജോലിക്കാരുണ്ടായിരുന്നു. ഓഫീസ് സമയം പോലെ കടയടയ്ക്കുന്ന സ്വഭാവക്കാരനല്ല ജോണി. ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ രാത്രി 8 മണിയൊക്കെയാകും കടയടയ്ക്കാൻ. അതുപോലെ ഒരു ദിവസം, വളരെ തിരക്ക് കൂടിയ ദിവസം, അന്ന് ചെറിയ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. കണക്ക് തീർത്തു വരികയാണ് ജോണി. അടുത്ത ദിവസം കുറച്ച് പച്ചക്കറികൾ പലയിടത്തു നിന്നുമായി എടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതിനുള്ള ഫോൺ വിളികളെല്ലാം അവസാനിപ്പിച്ചു. അന്നത്തെ പണമിടപാടിന്റെ എല്ലാ കണക്കുകളും എഴുതി വെച്ചു. ജോലിക്കാർ ബാക്കി വന്ന പച്ചക്കറികളൊക്കെ അടുക്കി വെക്കുകയാണ്. കുറച്ചാളുകൾ കടയുടെ മുൻവശത്തുള്ള പന്തലിൽ മഴ നനയാതിരിക്കാൻ കയറി നിൽക്കുന്നുണ്ട്. കടയ്ക്കുള്ളിൽ മുൻവശത്ത് മേശയ്ക്കരികിൽ റോഡിന് പിന്തിരിഞ്ഞ് കസേരയിലിരുന്ന് ജോണി കണക്കെഴുതി തീർക്കുകയായിരുന്നു. പെട്ടെന്ന് അയ്യോ എന്ന ഒരു അലർച്ചയോടെ ജോണി മേശപ്പുറത്തേക്ക് കമിഴ്ന്നു വീണു. ഷോക്കേറ്റതുപോലെ ഇരുന്നിടത്ത് തന്നെ വീഴുകയായിരുന്നു. ചാറ്റൽ മഴയ്ക്കിടയിൽ ചെറിയ ഇടിമുഴക്കം കേട്ടയുടനെയാണ് അലർച്ചയോടെ ജോണി മേശയിലേക്ക് വീണത്. കടയിലെ ജോലിക്കാരും പന്തലിൽ നിന്നവരുമെല്ലാം ഓടിക്കൂടി. അവർ ജോണിയെ താങ്ങിയെടുത്ത് ജീപ്പിൽ കയറ്റി സമീപത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അതിനകം ജോണി മരിച്ചിരുന്നു. ഹൃദയാഘാതം മൂലമാണ് മരണമെന്ന് ജോണി പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞു. മരണകാര്യത്തിൽ ആർക്കും കാര്യമായ സംശയമൊന്നും തോന്നിയില്ല. പുറമേ നിന്ന് ഒരാക്രമണം ആരും നടത്തിയിട്ടില്ല. മൃതദേഹത്തിലാവട്ടെ പരിക്കുകളൊന്നും കണ്ടെത്തിയതുമില്ല. പിന്നെ എന്തിന് സംശയിക്കണം? വീട്ടിലേക്ക് കൊണ്ടുപോയ മൃതശരീരം പിറ്റേന്ന് രാവിലെ പള്ളിയിൽ സംസ്കരിക്കുന്നതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. മൃതസംസ്കാരത്തിന് മുൻപ് കുളിപ്പിക്കാൻ എടുത്തപ്പോഴാണ് ആ കാഴ്ച മകൻ കാണുന്നത്. ശവസംസ്കാരത്തിന് മുൻപ് കുളിപ്പിക്കാൻ എടുത്തപ്പോൾ ഇടത് തോൾപ്പലകയുടെ ഭാഗത്ത് ചെറിയൊരു മുറിവ് മകൻ കണ്ടു. അവിടെ രക്തം പൊടിഞ്ഞ് ഒരു അടയാളവും വ്യക്തമായി കാണാമായിരുന്നു. മകന് അപ്പോഴായിരുന്നു ആദ്യമായി സംശയം തോന്നിയത്. മുതുകിൽ മുറിവ് കണ്ട ഭാഗത്ത് തന്നെ ഷർട്ടിലും കീറലുണ്ടായിരുന്നു. അവിടെയും ചോരപ്പാടുണ്ടായിരുന്നു. മകൻ അച്ഛൻ്റെ അനുജനെ വിളിച്ച് മുറിവ് കാണിച്ചു കൊടുത്തു. കടയിൽ നിന്ന് ജീപ്പിൽ കയറ്റി ജോണി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെ ജീപ്പിന്റെ വശത്തുള്ള ആണിയോ മറ്റോ കൊണ്ടതാകുമെന്ന് ഇളയപ്പൻ പറഞ്ഞു. എങ്കിലും മകന്റെ സംശയം മാറിയതേയില്ല. അയാൾ അച്ഛന്റെ ഷർട്ട് സൂക്ഷിച്ചു വെച്ചു. നിശ്ചിത സമയത്ത് തന്നെ മൃതദേഹം പള്ളി സെമിത്തേരിയിലും സംസ്കരിച്ചു. സംസ്കാരം നടന്നിട്ടും മകന്റെ മനസ്സിൽ നിന്ന് ആ സംശയം മാറിയില്ല. എപ്പോഴും ആ ഒരു ചിന്ത മാത്രം. മുറിവ് എങ്ങനെയുണ്ടായി? എന്തുകൊണ്ടായിരിക്കും ആ മുറിവ്? സംശയം മാറാതെ വന്നപ്പോൾ ജോണിയുടെ മകൻ പിറ്റേന്ന് തൃശൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ കാണാനായി ചെന്നു. അറിയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ വിൽസൺ പോളായിരുന്നു അന്ന് സൂപ്രണ്ടായിരുന്നത്. മരണസമയത്ത് ജോണി ധരിച്ച ഷർട്ടുമായാണ് മകൻ അവിടെ ചെന്നത്. വിവരങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കേട്ട SP ഉടനെ കുന്നംകുളം സർക്കിൾ ഇൻസ്പെക്ടറെ വിളിച്ച് കേസ് അന്വേഷണം ഏൽപ്പിച്ചു. സത്യം പറഞ്ഞാൽ അതുവരെയും ഒരു സാധാരണ മരണം പോലെയായിരുന്നു എല്ലാവർക്കും തോന്നിയത്. എന്നാൽ മകൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് സൂപ്രണ്ടും ചില നിഗമനത്തിലെത്തി. എങ്കിലും നിരവധി പ്രശ്നങ്ങൾ ഈ കേസ് അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുണ്ടായിരുന്നു. ഒന്നാമത്തേത്, ഇതിനകം തന്നെ സംസ്കാരം നടന്നു കഴിഞ്ഞു. തെളിവുകളൊന്നും ശേഖരിക്കാനോ ആ രീതിയിലുള്ള അന്വേഷണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടുമില്ല. ഇതെല്ലാം കേസ് അന്വേഷണത്തെ വല്ലാതെ അലട്ടിയിരുന്നു. എങ്കിലും പഴുതുകൾ കണ്ടെത്തുമെന്ന ഒരു ഉറച്ച വിശ്വാസം പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ ഇനി കൂടുതൽ വിവരം ലഭിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ അന്വേഷണ സംഘം എത്തി. അങ്ങനെ മൃതദേഹം കുഴിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. നാട്ടുകാർക്കും പിന്നീട് പല സംശയങ്ങൾ ഉയർന്നു. അതുവരെയും എല്ലാം സാധാരണ രീതിയിലായിരുന്നു. അവരും ജോണിയുടെ മരണത്തിൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെടാൻ തുടങ്ങി. കാരണം അതുവരെയും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ, യാതൊരു രോഗവുമില്ലാതെ ആരോഗ്യവാനായി നടക്കുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്നായിരുന്നു മരണം. ഇതെല്ലാവർക്കും വലിയ ഞെട്ടലായിരുന്നു. എന്നാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത പെട്ടെന്ന് തന്നെ നാട്ടിൽ പടർന്നു. അങ്ങനെ മൃതദേഹം കുഴിച്ചെടുത്തു. ഫോറൻസിക് സർജൻ എത്തി. പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയപ്പോൾ ശ്വാസകോശത്തിനകത്ത് നിന്ന് ചെറിയൊരു വെള്ളാരം കല്ല് കിട്ടി.
പിന്നീട് ഇതിനുള്ള വിവിധ സാധ്യതകൾ അന്വേഷിക്കാൻ തുടങ്ങി. കടയ്ക്ക് സമീപം നാടൻ ബോംബ് പൊട്ടിയിരിക്കാനുള്ള സാധ്യതകളും ചിലർ കണ്ടെത്തി. നാടൻ ബോംബുകളാകുമ്പോൾ അകത്ത് തീർച്ചയായും വെള്ളാരം കല്ലും കാണും. അത് തുളച്ചു കയറിയ പാടായിരിക്കും ഒരു പക്ഷെ ആ മുതുകിൽ കണ്ടത്. പക്ഷേ അപ്പോഴും സംശയം ബാക്കിയാണ്. എങ്ങനെ ജോണി മാത്രം ആ ബോംബേറിൽ കൊല്ലപ്പെട്ടു? ബോംബേർ ആണെങ്കിൽ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം ചിതറി തെറിച്ചിട്ടുണ്ടാകും. അവിടെ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മുതുകിൽ ചെറിയൊരു മുറിവ് മാത്രമല്ലേ കണ്ടത്? പോസ്റ്റ്മോർട്ടം നടത്തിയ സർജൻ നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഫോറൻസിക് ലബോറട്ടറിയിലെ വിദഗ്ധർ ആ സ്ഥല പരിശോധന നടത്തിയെങ്കിലും ബോംബ് പൊട്ടിയതിന്റെ സൂചനകളൊന്നും അവിടെ നിന്ന് ലഭിച്ചില്ല. ബോംബാണ് പൊട്ടിത്തെറിച്ചതെങ്കിൽ കടയിലുണ്ടായിരുന്ന സഹായികൾക്കും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്കുമെല്ലാം പരിക്കേൽക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇതിപ്പോ ആകെ ആശയക്കുഴപ്പത്തിലായി. അങ്ങനെയാണ് പോലീസ് സർജനായ പ്രൊഫസർ ഉമാദത്തന്റെ സഹായം തേടാനായി തീരുമാനിച്ചത്. ജോണി അന്ന് ധരിച്ചിരുന്ന ആ ഒരു ഷർട്ട് ഉമാദത്തൻ പരിശോധിച്ചു. 1/2 സെന്റിമീറ്റർ വ്യാസത്തിൽ വൃത്താകൃതിയിൽ ഒരു ദ്വാരമാണ് മുതുകിന്റെ ഭാഗത്ത് കണ്ടത്. ആ ദ്വാരത്തിന് ചുറ്റും ചാര നിറത്തിലുള്ള ഒരു വലയവും ഷർട്ടിന്റെ ഉൾവശത്ത് രക്തക്കറയും കാണപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉമാദത്തൻ പരിശോധിച്ചു. ഷർട്ടിന്റെ ദ്വാരം പോലെ തന്നെ ദേഹത്തിന്റെ മുറിവിന്റെ വ്യാസവും ഏകദേശം 1/2 സെന്റിമീറ്റർ ആയിരുന്നു. ചെറിയ വെടിയുണ്ട തുളച്ചു കയറിയ ഒരു ദ്വാരം പോലെയാണ് അദ്ദേഹം ആദ്യം വിലയിരുത്തിയത്. സത്യം പറഞ്ഞാൽ പോലീസ് സർജൻ ഉമാദത്തന്റെ നിഗമനങ്ങൾ ഒരിക്കലും തെറ്റാറില്ല. വഴിമുട്ടിയ പല കേസുകളിലും തുമ്പുണ്ടാക്കാൻ ഉമാദത്തന്റെ നിഗമനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാലിബർ 0.22 ഇഞ്ചുള്ള റിവോൾവറിലും റൈഫിളിലും ഉപയോഗിക്കുന്ന വെടിയുണ്ടയുടെ വ്യാസം 1/2 സെന്റിമീറ്റർ ആണ്. ഇത്തരം തോക്കുകളിലുള്ള വെടിയുണ്ടയ്ക്ക് പ്രത്യേകതയുണ്ട്. ഉണ്ട നിർമ്മിച്ചിരിക്കുന്നത് തനി ഈയം കൊണ്ട് മാത്രമായിരിക്കും. മറ്റു തോക്കുകളിലേതുപോലെ വെടിയുണ്ടയ്ക്ക് പിച്ചളയുടെയോ നിക്കലിന്റെയോ കവചം ഉണ്ടാവുകയില്ല. അത്തരമൊരു വെടിയുണ്ടയാണ് ഷർട്ട് തുളച്ചതെങ്കിൽ ആ ദ്വാരത്തിന് ചുറ്റും ചാര നിറമുള്ള വലയുണ്ടാകും. അതിൽ ഈയത്തിന്റെ അംശം ഉണ്ടായിരിക്കും. ഉമാദത്തൻ ഷർട്ട് തിരുവനന്തപുരത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ ബാലിസ്റ്റിക് വിദഗ്ധൻ വിഷ്ണു പോറ്റിക്ക് അയച്ചു. അദ്ദേഹം അന്ന് തന്നെ രാസപരിശോധന നടത്തി. ഷർട്ടിലെ ദ്വാരത്തിന് ചുറ്റുമുള്ള വലയത്തിൽ ഈയത്തിന്റെ അംശമുണ്ടെന്നും കണ്ടെത്തി. ഷർട്ടിൽ കാണപ്പെട്ടത് 0.22 വെടിയുണ്ട തുളച്ചു കയറിയ അടയാളമാണെന്നും ബോധ്യപ്പെട്ടു. ആദ്യത്തെ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വെടിയുണ്ട കണ്ടെത്താൻ കഴിയാതിരുന്നതിനാൽ ജോണിയെ വധിച്ചത് വെടിവെച്ചാണെന്ന കാര്യം സ്ഥിരീകരിക്കണമെങ്കിൽ വീണ്ടും കൂടുതൽ പരിശോധനകൾ നടത്തിയേ മതിയാകൂ. അതിനായി അക്കാലത്ത് വിചിത്രം എന്ന് തോന്നിപ്പിക്കുന്ന നടപടിക്ക് പോലും പോലീസ് തയ്യാറായി. മൃതദേഹം ശവക്കുഴിയിൽ നിന്നും എടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. പിന്നീട് കേസന്വേഷണത്തിൽ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഉമാദത്തന്റെ നിർദ്ദേശപ്രകാരം മരണം സംഭവിച്ചതിന്റെ ഒരു പുനരാവിഷ്കരണം നടത്താൻ തീരുമാനിച്ചു. ജോണി മരണസമയത്ത് ധരിച്ചിരുന്ന ഷർട്ട് അതേ ശരീരപ്രകൃതിയുള്ള മറ്റൊരാളെ ധരിപ്പിച്ചിട്ട് ക്യാഷ് കൗണ്ടറിൽ ഇരുത്തി പരീക്ഷണം നടത്തി. ഷർട്ടിലെ ദ്വാരം മുതുകിലെ തോൾ പലകയ്ക്ക് താഴെയായിരുന്നു. വെടിയുണ്ട വന്നത് ഏത് ദിശയിൽ നിന്നാണെന്ന് ഏറെക്കുറെ മനസ്സിലാക്കാൻ അതിലൂടെ സാധിച്ചിരുന്നു. ദൂരെ നിന്ന് വെടിവെച്ചാൽ മുതുകിൽ പതിക്കാനുള്ള സാധ്യത കുറവെന്നാണ് വിലയിരുത്തിയത്. കാരണം ജോണി ഇരുന്ന കസേരയ്ക്ക് പിന്നിലായി ചുമരാണ്. കൂടാതെ തട്ടുമുതൽ താഴേക്ക് ചരിഞ്ഞതുമാണ്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത് നിന്ന് കടയുടെ വരാന്തയിൽ നിന്നിട്ടാകും ഈ ഒരു കൊലപാതകം ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ കടയിലെ ജോലിക്കാരും ഈ ഒരു വെടിയുച്ച കേട്ടിട്ടുണ്ടാകണം. അതുകൊണ്ട് കടയിലെ ജോലിക്കാരെ ചോദ്യം ചെയ്തു. കടയുടമ മരിച്ചു വീണ സമയത്ത് ഇടിവെട്ടുന്നത് പോലെ എന്തോ ഒരു ശബ്ദം കേട്ടതായി നേരത്തെ അവർ മൊഴി നൽകിയിരുന്നു. ആ മൊഴിയും ശ്വാസകോശത്തിലെ വെള്ളാരം കല്ലും കൂടെ ചേർത്ത് വെച്ച് വായിച്ചപ്പോഴാണ് ബോംബ് പൊട്ടിയതാണെന്ന് ആ ഒരു നിഗമനത്തിൽ തന്നെ എത്തിയത്. ചാറ്റൽ മഴയും മിന്നലും ഉണ്ടായിരുന്നതിനാൽ വെടിയൊച്ച ഇടിവെട്ടിന്റേതാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കാം. കടയിലെ ജോലിക്കാരെ പോലീസ് ക്യാമ്പിലേക്ക് ഉടൻ കൊണ്ടുപോയി അവിടെയുള്ള ഫയറിംഗ് റേഞ്ചിലേക്ക് എത്തിച്ചു. പല തരത്തിലുള്ള തോക്കുകൾ കൊണ്ട് വെടിവെച്ച് അതിന്റെ ശബ്ദം ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടു. കാലിബർ 0.22 റിവോൾവറിൽ നിന്ന് വെടിയുതിർത്ത ശബ്ദം കേട്ടപ്പോൾ ജോലിക്കാരുടെ മുഖത്ത് അത്ഭുതം വിടർന്നു. അന്ന് കേട്ടത് ഇതേ ശബ്ദം തന്നെയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അപ്പോഴും വെടിയേറ്റാണ് മരണം എന്ന് തെളിയിക്കാൻ കടമ്പകൾ വീണ്ടും ബാക്കിയാണ്. മൃതദേഹം ആദ്യത്തെ പരിശോധന കഴിഞ്ഞ് വീണ്ടും അടക്കിയിട്ട് 2 മാസം കഴിഞ്ഞിരുന്നു. ആ ജഡാവശിഷ്ടങ്ങളിൽ നിന്ന് 1 സെന്റിമീറ്റർ നീളവും 1/2 സെന്റിമീറ്റർ വ്യാസവുമുള്ള തിര എങ്ങനെ കണ്ടെത്തും? അങ്ങനെയാണ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചത്. ആ ബുദ്ധിയും പോലീസ് സർജൻ ഉമാദത്തന്റേതായിരുന്നു. അങ്ങനെ വെടിയുണ്ട കണ്ടെടുക്കാൻ ശവശരീരം പുറത്തെടുത്ത് വീണ്ടും പരിശോധിക്കാൻ തീരുമാനിച്ചു. ചാവക്കാട് തഹസീൽദാരുടെ സാന്നിധ്യത്തിൽ സെമിത്തേരിയിലെ കല്ലറയിൽ നിന്ന് ജോണിയുടെ മൃതദേഹം ചെയ്ത മഞ്ച് പുറത്തെടുത്തു. വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മേധാവി ഡോക്ടർ ജോർജ് പോളും ഉമാദത്തനും കൂടി പരിശോധന ഏറ്റെടുത്തു.
മൃതദേഹം മഞ്ചയിൽ നിന്ന് വലിയ ക്യാൻവാസ് ഷീറ്റിലേക്ക് മാറ്റി. മൃതദേഹം ചീഞ്ഞഴുകിയിരുന്നു. നീണ്ട നേരത്തെ പരിശോധനയ്ക്ക് ശേഷം ശ്വാസകോശത്തിന്റെ ഭാഗം എടുത്ത് പരിശോധിച്ചപ്പോൾ ബീപ് ശബ്ദമുഴങ്ങി. അതിനുള്ളിൽ 0.22 ബുള്ളറ്റ് ഉണ്ട്. വെടിയുണ്ട കണ്ടെടുക്കുന്നതിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും മെറ്റൽ ഡിറ്റക്ടർ പരിശോധന നടത്തിയത്. എന്തായാലും വെടിയുണ്ട കണ്ടെത്തി. ഇനി അതിന് പുറകിൽ ആരാണെന്നുള്ളതും കണ്ടെത്തണം. സാധാരണ വെടിയുണ്ട തോക്കിൽ കുഴലിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ പൊടികൾ കാണും. തോക്കിന്റെ കുഴലിൽ വരമ്പുകൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കാണുക. എന്നാൽ ആ വെടിയുണ്ടയിൽ പൊടികൾ ഉണ്ടായിരുന്നില്ല. അതായത് ആ വെടിയുണ്ട കള്ളത്തോക്കിൽ നിന്നാകും പുറപ്പെട്ടിരിക്കുക എന്ന നിഗമനത്തിലെത്തി. തൃശൂർ, മലപ്പുറം ഭാഗങ്ങളിൽ കള്ളത്തോക്കുണ്ടാക്കുന്ന നിരവധി പേർ അക്കാലത്തുണ്ടായിരുന്നു. ഇനി തെളിയിക്കാനുള്ളത് ആരാണ് കൊലയാളി എന്നത് മാത്രമാണ്. അന്ന് കൊല നടന്ന ദിവസം സന്ധ്യയ്ക്ക് കടവരാന്തയിൽ നിന്ന് ആളുകൾ എല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. മഴയത്ത് ആളുകൾ വരാന്തയിൽ നിൽക്കുമ്പോഴായിരുന്നു ഇടിയൊച്ച കേട്ടതും ജോണി മരിച്ചു വീഴുന്നതും. അപ്പോൾ ഒരാൾ മാത്രം മഴയിലേക്ക് ഇറങ്ങി തിടുക്കത്തിൽ നടന്നു പോകുന്നത് കണ്ടെന്ന് ചില വിവരങ്ങൾ ലഭിച്ചു. ആ ഇടയ്ക്ക് 0.22 വെടിയുണ്ട കിട്ടുമോ എന്ന് അന്വേഷിച്ച് ഒരാൾ ആ പ്രദേശത്ത് വന്നതായും വിവരം ലഭിച്ചു. പ്രതിയെ കണ്ടെത്താൻ എത്ര ശ്രമിച്ചിട്ടും ക്രൈംബ്രാഞ്ചിന് സാധിച്ചില്ല. തുടർന്ന് അന്വേഷണം CBIയിലേക്ക് മാറ്റി. ജോണിക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ജോണി മരിച്ചാൽ ആർക്കാണ് പ്രയോജനം? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് CBI അന്വേഷിച്ചത്. ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ജോണിയോട് വിരോധമൊന്നുമില്ല. ബിസിനസ്സിൽ മാത്രമാണ് ജോണിക്ക് എതിരാളി ഉണ്ടായിരുന്നത്. ചാവക്കാട് ചന്തയിൽ തന്നെയുള്ള മറ്റൊരു പച്ചക്കറി കടക്കാരൻ. പച്ചക്കറി വില കുറച്ച് വിൽക്കുന്ന കാര്യത്തിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അന്വേഷണത്തിൽ അയാളാണ് വാടക കൊലയാളികളെ കൊണ്ട് ജോണിയെ കൊലപ്പെടുത്തിയത് എന്നും തെളിഞ്ഞു. പോലീസ് ഉടൻ തന്നെ അയാളെ അറസ്റ്റും ചെയ്തു. അയാൾ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ കേസിന്റെ ആദ്യം മുതൽ അവസാനം വരെയും പോലീസിന്റെ അന്വേഷണ മികവാണ് എനിക്ക് കൂടുതലായും കാണാൻ സാധിച്ചത്. കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടി പല രീതിയിൽ ചിന്തിക്കുകയും പല ഘട്ടങ്ങളിലുള്ള പരിശോധനകൾ നടത്തുകയും അവസാനം പല മാർഗങ്ങളിലൂടെ കൊലയാളിയെ കണ്ടെത്തുകയും ചെയ്തു. അപൂർവം എന്ന് തോന്നിക്കുന്ന പല കേസ് അന്വേഷണ രീതിയും ഈ ഒരു കേസ് അന്വേഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാകണം കൊലയാളിയെ വളരെ വൈകിട്ടാണെങ്കിലും കണ്ടെത്താനും സാധിച്ചത്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസിനാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.